ഹലോ ഹായ് മക്കളെ. ഇന്ന് ഷാഹിദ് സാറ് ഒരു പ്രധാനപ്പെട്ട ചോദ്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം മാത്രമല്ല, എല്ലാ ചോദ്യ പേപ്പറുകളിലുമുള്ള ഒരു ചോദ്യമാണ് ഉപന്യാസം തയ്യാറാക്കുക എന്നുള്ളത്. അല്ലെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ, അതിപ്പം 5, 6, 7, 8, 9, 10, 11, 12 ക്ലാസ്സുകളിലൊക്കെ വരുന്ന ഒരു ചോദ്യമാണ് ഉപന്യാസം തയ്യാറാക്കുക എന്നുള്ളത്. എന്തൊക്കെയാണ് ഒരു ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ശീർഷകം അഥവാ തലക്കെട്ട് വേണം. തലക്കെട്ട് നിർബന്ധമാണ് കേട്ടോ. ഉപന്യാസത്തിന് മാർക്ക് നിങ്ങൾക്കൊരു ഉത്തര സൂചിക എന്ന് പറഞ്ഞിട്ടൊന്ന് കൊടുക്കും ഈ പേപ്പർ നോക്കുന്നവർക്ക്. ആ ഉത്തര സൂചികയിൽ കൃത്യമായി മാർക്കുള്ള ഒന്നാണ് ഈ തലക്കെട്ട്. 1 മാർക്ക് നിങ്ങൾക്ക് തലക്കെട്ടിനാണ്. അപ്പം ഉചിതമായ ശീർഷകം കൊടുക്കണം. തലക്കെട്ട് മാത്രം എഴുതി വെച്ച് പോയാൽ മാർക്ക് കിട്ടില്ല എൻ്റെ മക്കളെ. ഞാൻ പറഞ്ഞു എന്ന് കരുതി ശീർഷകം മാത്രം എഴുതിയാൽ, ഞാൻ പറഞ്ഞത് ഉപന്യാസം വിലയിരുത്തുമ്പോൾ 1 മാർക്ക് പരിഗണിക്കുന്നത് ശീർഷകത്തിനാണ്. ആ ശീർഷകം എങ്ങനെയായിരിക്കണം എന്നറിയോ? സെൻറ്റർ ശീർഷകമായിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങളുടെ ഇതൊരു പേപ്പറാണ് എന്ന് സങ്കല്പിക്കുക. ശീർഷകം എന്ന് പറയുന്നത് ഇവിടെ എഴുതണം. സെൻറ്റർ ബാനർ ശീർഷകമായിരിക്കണം. അതാണ് തലക്കെട്ട് അഥവാ ശീർഷകം നിർബന്ധമാണ്. അതിന് മാർക്കുണ്ട്. ഇനി ആമുഖം, ഇൻട്രൊഡക്ഷൻ. ആമുഖം ഒരു പാരഗ്രാഫ് ഉണ്ടായിരിക്കണം. ആമുഖം എന്ന് എഴുതുന്ന എന്തായിരിക്കണം? തന്നിരിക്കുന്ന ചോദ്യത്തെയും ആ ചോദ്യം ഉൾക്കൊള്ളുന്ന പാഠത്തെയും അത് എഴുതിയ ആളിനെയും. ഇനി പൊതുവായൊരു കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ ആ പൊതു കാര്യത്തിനെക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു സൂചന, വിഷയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വിഷയവുമായി ബന്ധപ്പെട്ടൊരു ആമുഖം, അതാണ് ഉദ്ദേശിച്ചത്. ഒരു 5-6 വാക്യങ്ങളിൽ അല്ലെ 4-5 വാക്യങ്ങളുള്ള ഒരു ചെറു പാരഗ്രാഫ് ആയിരിക്കണം ആമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ശീർഷകം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ആമുഖം എന്നുകൂടി ഓർത്ത് വെക്കുക. തന്നിരിക്കുന്ന ചോദ്യത്തെക്കുറിച്ചുള്ള ഒരു പൊതുധാരണയാണ് ആമുഖത്തിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. അതായത് ആമുഖം വായിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ ഉപന്യാസത്തിൻ്റെ അടുത്ത ഘട്ടം വായിക്കാനുള്ള പ്രേരണയുണ്ടാകണം. മനസ്സിലായ മക്കൾക്ക്? അപ്പോൾ എന്താണ് താൻ പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ആമുഖത്തിൽ മക്കൾ കൊടുക്കണം. പിന്നെ ഖണ്ഡികാകരണം എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് തിരിക്കലാണ് മക്കളെ. 3 പാരഗ്രാഫെങ്കിലും ഉണ്ടായിരിക്കണം മിനിമം നിങ്ങളുടെ ഉപന്യാസം എന്ന് പറയുന്നത്. പാരഗ്രാഫ് തിരിച്ച് ആമുഖം, ആശയം, അതുപോലെ കൺക്ലൂഷൻ, ഇങ്ങനെ 3 പാർട്ടായിട്ട് തന്നെ എഴുതാൻ നിങ്ങൾ ശ്രമിക്കണം. ഇനി പ്രതിപാദ്യം അഥവാ വിഷയം, എന്താണോ നിങ്ങൾക്ക് ഉപന്യാസത്തിന് തന്നിരിക്കുന്ന വിഷയം, ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള എഴുത്തായിരിക്കണം നിങ്ങൾ നടത്തേണ്ടത്. പിന്നെ ആ വിഷയത്തോട് ചേർത്ത് വെക്കാവുന്ന ഉദാഹരണങ്ങളോ ആരെങ്കിലും പറഞ്ഞ പ്രധാന വാക്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായി ഉപയോഗിക്കാം. ഉപന്യാസത്തിന് ആ ഉദാഹരണങ്ങളൊക്കെ ഉപയോഗിച്ചാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അത് മികവുറ്റ ഉപന്യാസമായി മാറും. അത് തന്നിരിക്കുന്ന വിഷയത്തോട് നീതി പുലർത്തുന്ന ഉദാഹരണമോ പ്രധാന വാക്യമോ ആയിരിക്കണം. മനസ്സിലായ മക്കൾക്ക്? അതിനോട് നീതി പുലർത്തുന്നതായിരിക്കണം എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം വിഷയ അവതരണമാണ്, അല്ലെങ്കിൽ ആശയം, തന്നിരിക്കുന്ന എന്താണോ ചോദ്യം തന്നിരിക്കുന്നത് അതിൻ്റെ ആശയമാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി ഉപസംഹാരം, അതിൽ സ്വന്തം അഭിപ്രായം കൂടെ ചേർക്കുന്നത് നല്ലതാണ്. ഉപന്യാസം തയ്യാറാക്കുമ്പോൾ കൺക്ലൂഷൻ അഥവാ ഉപസംഹാരം, അല്ലേ, കൺക്ലൂഷനാണ്. എന്തൊക്കെ തന്നിരിക്കുന്ന വിഷയം ഇന്നതാണ്, ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഇതാണ്, ഇതിങ്ങനെയൊക്കെ വന്നാൽ ഈ വിഷയത്തിൽ നിന്നും അവതരിപ്പിക്കുന്ന വിഷയം എന്താണോ ആ വിഷയം ഇല്ലാതെയാക്കാൻ സാധിക്കും, ഇല്ലാതെയാക്കേണ്ടതാണെങ്കിൽ. ഇങ്ങനെയൊക്കെ ചേർത്ത് എഴുതുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു 5 പോയിൻ്റ് എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. ഈ 5 പോയിൻ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഉപന്യാസം എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെയാണോ? അപ്പോൾ ഉപന്യാസം എഴുതാൻ ഓക്കെയാണോ മക്കളെ? അപ്പോൾ വീണ്ടും കാണും വരെ വണക്കം.